നിയമസഭയിൽ രാഹുൽ വരുന്നതിനെതിരായിട്ട് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് ഒരു കടുത്ത നിലപാട് തന്നെയാണ് എടുത്തത്. എന്നിട്ടും രാഹുൽ വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചില നെറേറ്റീവ്സ് പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായത്. അതിൽ കുറച്ച് ന്യായമുണ്ട് താനും. പ്രതിപക്ഷ നേതാവ് എതിർത്തിട്ടും ഒരംഗം വരുന്നു എന്ന് പറയുമ്പോൾ അത് പക്ഷേ പാർട്ടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണെന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നില്ല. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൈവശം കിട്ടിയ ഒരു കുറിപ്പ്, ചെറിയൊരു നോട്ട്, അതുപോലും മാധ്യമങ്ങൾ വലിയ ചർച്ചാ വിഷയമാക്കി. അത് KPCC പ്രസിഡന്റ് കൊടുത്തയച്ചാണെന്നൊക്കെയാണ് ഇന്നലെ കേട്ടത്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, എന്റെ PA എനിക്ക് തന്ന ഒരു ഇൻഫർമേഷൻ ആയിരുന്നു, ഒരു വിവരം കുറിച്ച് തന്നതായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ എന്തായാലും ഇന്നലത്തെ രാഹുലിന്റെ നിയമസഭയിലെ കടന്നുവരവ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം അവരാര് നിഷേധിച്ചാലും അതാണ് വസ്തുത. ചില ബലാബലങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചാരം മൂടിക്കിടന്ന ചില കനലുകൾ ഇപ്പൊ പുറമേക്ക് പ്രത്യക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പ് ചിന്തകളൊക്കെ നടങ്ങി കിടക്കുകയായിരുന്നു. പഴയ ഗ്രൂപ്പ്, A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ. പിന്നീട് ഓരോ നേതാക്കളുടെയും കൂടെ നിൽക്കുന്ന കുറെ സംഘങ്ങളായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതിനുപകരം പഴയ ഗ്രൂപ്പ് ചിന്തകൾ കൂടുതലായിട്ട് ശക്തിപ്പെട്ടു വരുന്നു. ഇവിടെ സതീശൻ ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സതീശൻ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് PV അൻവറിന്റെ കാര്യത്തിൽ എടുത്ത വളരെ ശക്തമായൊരു നിലപാട് അത് കോൺഗ്രസും UDF-ഉം ഒരുപോലെ അംഗീകരിച്ചു. അത് അദ്ദേഹത്തിന്റെ യശസ് വളരെ വർദ്ധിപ്പിച്ച ഒരു കാര്യമാണ്. സതീശന്റെ ഗ്രാഫം ഉയർന്നു. പക്ഷെ കോൺഗ്രസിലെ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹം ഏകപക്ഷീയമായ കടുത്ത നിലപാടുകൾ എടുക്കുന്നു എന്ന ഒരു ആരോപണമുണ്ട്. ആ ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ആ വഴിക്കുള്ള ആലോചനകളാണ് ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സഭയിലേക്കുള്ള വരവിന്റെ കാര്യത്തിൽ പാർട്ടിയിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത് സതീശൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പില് UDF അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കാരണം ഇപ്പോഴത്തെ സർക്കാരിനെതിരിട്ട് അതിശക്തമായ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒത്തിരി തെളിവുകളും ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതല്ല നമ്മുടെ വിഷയം, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ആ സാഹചര്യത്തിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള 2-3 പേരിൽ ഒരാളാണ് വി.ഡി. സതീശൻ. എനിക്ക് തോന്നുന്നു നിലപാടുകള് വളരെ കർക്കശ നിലപാടുകൾ എടുക്കുമ്പോൾ, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആള് എന്നത് തീർച്ചയായിട്ടും അത് തൊപ്പിയിൽ ഒരു പൊന്തൂര. പക്ഷേ ചില സന്ദർഭങ്ങളിൽ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് സതീശൻ. അത് ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ചെറുപ്പക്കാരും ചില കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. സ്വന്തം വിജയത്തിലും സ്വന്തം കഴിവിലും സ്വന്തം തെരഞ്ഞെടുപ്പ് വിജയത്തിലും സ്വന്തം ഗ്ലാമറിലുമൊക്കെ സ്വയം മതിമയങ്ങി നിൽക്കുന്നവര് ഒരു വീഴ്ച സംഭവിച്ചപ്പോ ചെറിയ കൈത്താങ് തരാൻ പഴയ ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും മറക്കരുത്. സതീശന് ഈ നിലമ്പൂരിലെ PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞൊരു ക്ലോസ് ചാപ്റ്റർ ആണ് അതൊക്കെ. ചില കാര്യങ്ങള് അങ്ങനെ അടഞ്ഞ അധ്യായങ്ങളായി പിന്നാമ്പുറത്തേക്ക് തട്ടി നീക്കുന്നതാണ് രാഷ്ട്രീയമായ ശരി. പക്ഷേ ഇവിടെ നിങ്ങൾ ക്ലോസ് ചാപ്റ്റർ എന്ന് പറയേണ്ടത് കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ചാണ്. അതാണ് അടഞ്ഞ അല്ലെങ്കിൽ അടച്ച ഒരു അധ്യായമായി മാറേണ്ടത്. അതിന് മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കൾ തയ്യാറാവുന്നില്ലെങ്കിൽ, പറഞ്ഞല്ലോ, പാർട്ടിയിലെ പ്രവർത്തകർ വലിയ പ്രതീക്ഷയില്ല. അവരൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. 10 കൊല്ലം ഭരണത്തിൽ നിന്ന് മാറി നിന്നതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാവര്. പക്ഷേ മുൻനിരയിൽ നിന്ന് പാർട്ടിയെ നയിക്കുന്ന നേതാക്കള് അത്തരത്തിലുള്ള ഈ പഠനപിടക്കങ്ങളും ചേരിപ്പോരുകളും ഒരു ക്ലോസ് ചാപ്റ്ററാക്കി മാറ്റി നിർത്തുന്നില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കും എന്ന് പറയേണ്ടി വരും.